ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ പ്രിയ പുത്രൻ മുഖാന്തരം തിരഞ്ഞെടുത്ത പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും അർപ്പിക്കുന്നു. സർവസൃഷ്ടിക്കും മുമ്പേ നമ്മുടെ തേജസ്സിന് വേണ്ടി മുൻനിയമിക്കപ്പെട്ടതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമായ ക്രിസ്തുവേശു മൂലം നമുക്കെല്ലാവർക്കും പിതാവായ ദൈവത്തിങ്കിൽ നിന്ന് കൃപയും സമാധാനവും മേൽക്കുമേൽ വർദ്ധിക്കുമാറാകട്ടെ. ഈ നല്ല പ്രത്യേക വേള ദൈവവചന പഠനത്തിനായി പതിവ് പോലെ അടുത്തു വരുവാൻ പല സമയ മേഖലകളിൽ നിന്ന്, ടൈം സോൺസിൽ നിന്ന് കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയതോർത്ത് സ്തോത്രം. നമ്മൾ പഠിക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതും വിശുദ്ധിയിലേക്ക് നമ്മെ കൂടുതൽ അടുപ്പിക്കുന്നതും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ നമ്മെ സഹായിക്കുന്നതുമായി തീരട്ടെ. ലോകത്തിൽ നിന്ന് അകൽച്ച കൂട്ടി ദൈവത്തോടുള്ള നമ്മുടെ സാമീപ്യം വർദ്ധിപ്പിച്ചുകൊണ്ട്, ഡിറ്റാച്ചിങ് ഫ്രം ദ വേൾഡ് ആൻഡ് ബീയിങ് മോർ ആൻഡ് മോർ അറ്റാച്ച്ഡ് ടു ഗാഡ്, മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപയേകട്ടെ എന്ന ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. ഉത്തരേന്ത്യയിലും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ ജനിച്ച് വളർത്തപ്പെട്ടവരും നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ ഞാൻ മലയാളം കൂടാതെ എന്തെങ്കിലുമൊക്കെ ഭാഷ പറയുന്നത്. ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന മെസ്സേജസിന് ഒന്ന് രണ്ട് പേര് എന്തിനാ എല്ലാവരും മലയാളികളല്ലേ, ഇംഗ്ലീഷ് പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊരു കമൻറ്റും കൂടെ ഞാൻ കണ്ടതുകൊണ്ട് അത് ഞാനങ്ങ് പറയുകയാണ്. മലയാളം എഴുതാനും വായിക്കാനും ഒന്നും അറിഞ്ഞുകൂടാത്ത, ശരിക്ക് സംസാരിക്കാനും അറിഞ്ഞുകൂടാത്ത പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർത്തപ്പെട്ടവരും ഗൾഫിലൊക്കെ ജനിച്ച് വളർത്തപ്പെട്ടവരുമായവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇടയ്ക്ക് റെഫറൻസ് ആയാലും പ്രധാന കാര്യങ്ങളായാലും ഇംഗ്ലീഷിലും കൂടെയൊക്കെ പറയുന്നത്. അതല്ലാതെ പത്രാസ് കാണിക്കാനോ ഒന്നുമല്ല എന്നുള്ളതും കൂടെ പ്രിയപ്പെട്ടവരൊന്ന് മനസ്സിലാക്കിയേക്കുക. ചിലരാണെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ മലയാളം തന്നെ അങ്ങ് പറഞ്ഞു പോകുമ്പം ചിലപ്പോൾ ചില വാക്കുകളും കാര്യങ്ങളും ഒന്നും കിട്ടാത്തപ്പം ചില എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, പക്ഷേ പറഞ്ഞത് എന്തായിരുന്നു. അന്നേരമാണ് ഞാൻ വീണ്ടും മലയാളം കൂടാതെ ചിലപ്പോൾ ഹിന്ദി ആയാലും ചിലപ്പോൾ ഇംഗ്ലീഷ് ആയാലും പറയുന്നത്. അത് എല്ലാവരുടെയും കൂടെ അറിവിലേക്ക് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. കൊച്ചു കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും ഉണ്ട് ഇതുപോലെ മലയാളം നന്നായിട്ട് അറിഞ്ഞുകൂടാത്തവർ. അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി, സ്തോത്രം. ഇടക്കാലത്ത് ഞങ്ങളുടെ ചർച്ചിലെ തന്നെ ഹിന്ദിക്കാരായ കുഞ്ഞുങ്ങളും നമ്മുടെ കൂട്ടത്തിൽ കൂടാറുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയും കൂടെ ഞാൻ ആ സമയത്ത് കൂടുതൽ ഇംഗ്ലീഷ് പറയാറുണ്ടായിരുന്നു. മലയാളികളല്ലാത്തവർ അത് തെറ്റിദ്ധരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് അറിയാം എന്ന് എനിക്കറിയാം. ശരി, താങ്ക് യു. അപ്പം ഇനി അഥവാ ഞാനങ്ങ് മലയാളം പറഞ്ഞു പോയാലും മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ ഒട്ടും മടിക്കാതെ എനിക്കൊന്ന് മെസ്സേജ് തന്നാൽ ഞാനത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് നമ്മുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കുന്നതിന് കാരണമായി തീരട്ടെ. ദാറ്റ് മേ അബൗണ്ട് അവർ ഹോപ്പ്, നമ്മുടെ പ്രത്യാശയെ അത് വർദ്ധിപ്പിക്കണം. ദാറ്റ് ഷുഡ് സ്ട്രെങ്തൻ അവർ ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസത്തെ അത് ശക്തീകരിക്കണം. ഷുഡ് ഷാർപ്പൺ അവർ വിഷൻ, നമ്മുടെ ദർശനത്തെ കുറെ കൂടെ മിനുസമുള്ളതാക്കി തീർക്കണം. സ്തോത്രം. That should deepen our understanding of God,
ദൈവത്തെക്കുറിച്ചുള്ള, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനം അത് കുറെ കൂടെ ആഴമേറിയതാക്കണം. സ്തോത്രം. That should intensify our hatred towards sin and also Satan. പാപത്തോടും സാത്താനോടുമുള്ള നമ്മുടെ ദ്വേഷം, വെറുപ്പ് തീവ്രമാക്കുന്നതാകണം നമ്മുടെ ഈ പഠനം. സ്തോത്രം. ഒരു തരത്തിലും പാപത്തോടും പിശാചിനോടും കോംപ്രമൈസ് ചെയ്യാത്ത, അനുരഞ്ജനം ചെയ്യാത്ത, ഒരു തരത്തിലും കൺഫോമിറ്റി, താദാത്മ്യപ്പെടാത്ത ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കണം. ആ ഒരു നിലയിൽ നമ്മുടെ ഈ പഠനം പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം ആ ലക്ഷ്യത്തോടു കൂടെയാണ് അല്പം വലിച്ചു നീട്ടി തന്നെ നമ്മളിപ്പോൾ ഈ 2-3 ദിവസങ്ങളായിട്ടുള്ള ക്ലാസ് കൊണ്ടുപോകുന്നത്. അത്രയും വിപുലമാക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു പഠനത്തിന് ഒരു പ്രസംഗത്തിന്റെ പരപ്പ് പോലെ പരത്തി നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു. അത് ഈ വിധ ലക്ഷ്യങ്ങളോടുകൂടെയാണ്. സ്തോത്രം. നിങ്ങൾ പലരും വ്യക്തിപരമായിട്ട് എന്നോട് പ്രതികരിച്ചു, ഒന്നിലധികം പേർ. സ്തോത്രം. അത് നമ്മുടെ ജീവിതത്തെ ഈ നിലകളിലേക്ക് ആക്കി തീർത്തു, അല്ലെങ്കിൽ ആ നിലയിലേക്ക് ദൈവം നടത്തുന്നു, ദൈവം സംസാരിക്കുന്നു എന്നൊക്കെ. ചിലര് സന്തോഷിക്കുന്നു, ചിലര് കരയുന്നു, ചിലര് ഭയപ്പെടുന്നു ഈ തിരുവെഴുത്തുകൾ കേട്ടിട്ട് എന്ന് പ്രതികരിച്ചിട്ടുണ്ട്. അത് കേവലം ഒരു നൈമിഷികമായ, മൊമെന്ററി ആയിട്ടുള്ള, അത് ക്ഷണികമായിട്ടുള്ള ഒരു വികാര വിക്ഷോഭമായിട്ട് മാറരുത്. സ്തോത്രം. It should not just become an emotional explosion. പക്ഷേ അത് നിലനിൽക്കുന്ന ഒരു ആത്മീയ അനുഭവമായിട്ട് നമ്മിൽ തീരണം. സ്തോത്രം. നിലനിൽക്കുന്ന ഒരു ആത്മീയ അനുഭവമായിട്ട് അത് തീരണം. അതിന് ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഞാനും എന്നെ തന്നെ ഈ തിരുവെഴുത്തുകൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നു. പൗലോസ് പറയും പോലെ അനേകരോട് പ്രസംഗിച്ചിട്ട് ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ജഡത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അപ്രകാരം നമുക്കാകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും നമ്മുടെ പഠനം തുടരും. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ച ഭാഗങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്നലെയും മറ്റേ ക്ലാസ്സിലേക്ക് കയറേണ്ടതുകൊണ്ട് വേഗത്തിൽ നമ്മൾ നിർത്തി പിരിയുകയായിരുന്നല്ലോ. ഇന്നലെ വരെ നമ്മൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ ഒന്നുമില്ലെന്ന് കരുതട്ടെ. ആ വിഷയങ്ങൾ ഇനിയും അങ്ങനെ തന്നെ ചിന്തിക്കാനായിട്ട് ഓരോന്നും കൂലങ്കഷമായിട്ടെടുത്ത് പഠിക്കാൻ കഴിയുമെങ്കിലും നമുക്ക് അത്യാവശ്യം വേണ്ട ചിന്തകൾ അവയിൽ നിന്നും ലഭിച്ചു എന്നതിനാൽ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ തിരിയുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നിലകളിലൊക്കെ ദൈവം നമ്മെ ന്യായം വിധിക്കുമ്പോൾ, അതായത് നമ്മുടെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി ആ വെളിപ്പെടുത്തപ്പെട്ട രഹസ്യങ്ങളെയും പരസ്യമായിട്ടുള്ള നമ്മുടെ ജീവിതത്തെയും അസസ് ചെയ്ത് വിലയിരുത്തി തക്കതായ പ്രതിഫലം അല്ലെങ്കിൽ വിധി, വേർഡിക്റ്റ് പുറപ്പെടുവിക്കുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്നത്? ഇപ്പം ഇത് വിശുദ്ധന്മാരുടെ ന്യായവിധി ആയതുകൊണ്ട് ശിക്ഷാവിധി ലഭിക്കുന്നില്ല.
കാരണം ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവുള്ളവരാണ്, ഒഴിവ് ലഭിച്ചവരാണ് വിശുദ്ധന്മാർ. ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിവ് നേടിയവരാണ്. സ്തോത്രം. കാരണം നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും യേശു തൻ്റെ മേൽ ഏറ്റു. ആ യേശുക്രിസ്തുവിങ്കലുള്ള നമ്മുടെ വിശ്വാസത്താൽ നമ്മുടെ ശിക്ഷകൾ മാറി, നമ്മുടെ ശിക്ഷാവിധി മാറി. നമ്മുടെ സകലരുടെയും പാപത്തിന്റെ ശിക്ഷ യേശു ഏറ്റെടുത്തു. നമ്മുടെ പാപത്തിന്റെ ശിക്ഷയാണ് യേശുക്രിസ്തു പാപമായി തീർന്നുകൊണ്ട് നമുക്കായിട്ട് ഏറ്റെടുത്തത്. യേശു നമുക്ക് വേണ്ടി ബലഹീനനായി. സ്തോത്രം. നമുക്ക് വേണ്ടി യേശു പാപം ആക്കപ്പെട്ടു. നമുക്ക് വേണ്ടി യേശു ശാപം ആക്കപ്പെട്ടു. 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. യേശു നമുക്ക് വേണ്ടി ബലഹീനനായി. അവൻ ബലഹീനത ഏറ്റെടുത്തു. അത് തൻ്റെ മനുഷ്യത്വത്തെയും യേശുക്രിസ്തു ഒരു നിസ്സഹായനെ പോലെ നിൽക്കുന്ന അവസ്ഥയെയുമാണ് കാണിക്കുന്നത്. അത് യേശു സ്വയം ഏറ്റെടുത്തതും നമുക്ക് വേണ്ടി പിതാവ് അവനെ ആക്കിയതുമായ അവസ്ഥയാണ്. സ്തോത്രം. മറ്റൊന്നാണ് ഞാൻ പറഞ്ഞത്, ഞാനല്ല, ബൈബിൾ പറയുന്ന കാര്യമാണ്, ഇപ്പൊ ഞാൻ എടുത്തു പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഹി വാസ് മെയ്ഡ് സിൻ ഫോർ us. നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. 3-ാമത്തേതാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്, അവൻ നമുക്ക് വേണ്ടി ശാപമായി. He was made a curse for us. He was not only cursed, but he became a curse for us. ഇതെല്ലാം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരുന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ആവർത്തിക്കുന്നു, ക്ഷമിച്ചാലും. ഇങ്ങനെ യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതിനാൽ 2 പേയ്മെന്റുകൾ മൊത്തമായി നിവർത്തിച്ചു, കൊടുത്തു തീർത്തു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ആവർത്തിക്കുന്നത്. ചിലർക്കെങ്കിലും ഓർമ്മ കാണും, അല്ലാത്തവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലാകട്ടെ. ഓർമ്മയുണ്ടോ? ചിലർക്ക് ഓർമ്മ കാണുമെന്ന് എനിക്കറിയാം. നമുക്ക് വിപരീതവും പ്രതികൂലവുമായ കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച്. 2 അല്ല, അത് ആ ഒരു പ്രോസസ് ആയിരുന്നു, ആ ഒരു പ്രക്രിയ ആയിരുന്നു. അങ്ങനെ ചെയ്തതിലൂടെ 2 ബില്ലുകൾ, പാപത്തിന്റെ കടം. അതെ, ഒന്ന് പാപത്തിന്റെ കടം മുഴുവനും യേശു ഒടുക്കി തീർത്തു. അതുകൊണ്ട് പാപത്തിന്റെ കടമായ ശിക്ഷാവിധി നമുക്ക് ഇനിയും സഹിക്കേണ്ടതില്ല. 2-ാമത്തേത് വീണ്ടെടുപ്പിന്റെ വില മുഴുവനും കൊടുത്തു തീർത്തു. For 2 payments Jesus paid on the cross fully on behalf of us and for us. First one was the debt of our sin. The debt of our sin. നമ്മുടെ പാപത്തിന്റെ കടം. The second, the price of our redemption. The price of our redemption. നമ്മുടെ വീണ്ടെടുപ്പിന്റെ വില. ഇത് നമ്മൾ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഓർമ്മപ്പെടുത്തുന്നത് ഇടയ്ക്കിടയ്ക്ക് നന്നായിരിക്കുമല്ലോ. അപ്പൊ ക്രൂശിൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ബലഹീനനായി, പാപമായി, ശാപമായി. നമ്മുടെ പാപത്തിന്റെ കടവും നമ്മുടെ വീണ്ടെടുപ്പിന്റെ വിലയും മുഴുവനുമായി, ഒട്ടും ബാക്കിയില്ലാതെ
കൊടുത്തു തീർത്തു. ആ യേശുവിൽ നമ്മൾ വിശ്വസിച്ചതുകൊണ്ട്, നമ്മൾ ആ യേശുവിൽ ആയിത്തീർന്നത് കൊണ്ട്, ആ യേശുവിനെ നമ്മൾ യോഹന്നാന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈക്കൊണ്ടതുകൊണ്ട്, നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന പാപത്തിന്റെ ശിക്ഷ മുഴുവനും മാറി. അപ്പോൾ ഈ ന്യായവിധി, വിശുദ്ധന്മാരുടെ ഈ ന്യായവിധിയിൽ നമുക്ക് ശിക്ഷ വിധിക്കപ്പെടുന്നില്ല. കാരണം വളരെ വ്യക്തവും വളരെ ലളിതവുമാണല്ലോ. സ്തോത്രം. ഇത് മനസ്സിലാകാത്ത ആരും കാണില്ല എന്നറിയാം. എങ്കിലും ആർക്കെങ്കിലും സംശയം ഏതെങ്കിലും വിഷയത്തിൽ ഇതുവരെ പറഞ്ഞതിലുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഒന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മുഴുവനും തൻ്റെ മേലേറ്റ യേശുവിനെ നമ്മൾ ഏറ്റുകൊണ്ടതിനാൽ നമ്മുടെ പാപത്തിന്റെ ശിക്ഷ മാറി. അതുകൊണ്ട് ഈ വിശുദ്ധന്മാരുടെ ന്യായവിധിയിൽ നമുക്ക് ശിക്ഷാവിധിയോ അതിൻ്റെ പ്രഖ്യാപനങ്ങളോ ഇല്ല. എന്നാൽ അടുത്ത ന്യായവിധികളിൽ ശിക്ഷാ പ്രഖ്യാപനങ്ങളുണ്ട്. ഇവിടെ ഇല്ല. ഇവിടെ പിന്നെ പ്രതിഫലത്തിന്റെ പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രതിഫലത്തിന്റെ പ്രഖ്യാപനങ്ങൾ, റിവാർഡിങ്. അപ്പൊ പ്രതിഫലം തരാൻ വേണ്ടിയാണ് ഇത്. സത്യത്തിൽ നമ്മൾ പ്രതിഫലമൊന്നും അർഹിക്കുന്നില്ല. സത്യത്തിൽ പ്രതിഫലം നാം അർഹിക്കുന്നില്ല. കാരണം ഏറ്റവും വലിയ കാര്യം തന്നെ നമ്മൾ ചെയ്തതും സ്വഭാവത്താൽ നമ്മൾ ആയിരിക്കുന്നതുമായ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമാണ്. അത് തന്നെ നമുക്ക് അർഹമായതിലും അധികമാണ്. സ്തോത്രം. ചില പാട്ടുകളൊക്കെ നമ്മൾ പാടാറുണ്ട്. ഇത്രമേൽ സ്നേഹിപ്പാൻ എന്നിൽ നീ എന്ത് കണ്ടു ദൈവമേ, എന്ത് യോഗ്യത എന്നിൽ കണ്ടു. സത്യത്തിൽ അത് ചോദിക്കാൻ പോലും നമുക്കൊന്നും യോഗ്യതയില്ല കേട്ടോ. എന്ത് യോഗ്യത എന്നിൽ കണ്ടിട്ടാ നീ എന്നെ സ്നേഹിച്ചത്? ഒരു യോഗ്യതയും ഇല്ലാതിരുന്നത് കൊണ്ടാ ദൈവം നമ്മെ സ്നേഹിച്ചത്. നമ്മൾ നേരത്തെ ഒരിക്കൽ പറഞ്ഞതുപോലെ ഗ്രേസ് മാർക്ക് മീൻസ് നോ പാസ് മാർക്ക് എന്ന. കൃപ നമുക്ക് ലഭിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം പാസ് മാർക്ക് ഇല്ല എന്ന, യോഗ്യത ഇല്ലെന്നുള്ളതാണ്. അപ്പൊ പിന്നെ അങ്ങോട്ട് എന്ത് യോഗ്യത കണ്ടെന്ന് ചോദിച്ചാൽ ഒരു യോഗ്യതയും കണ്ടില്ലെന്നുള്ളതാ സത്യം. ആ ചോദ്യം പോലും പ്രസക്തമല്ല. ആ ചോദ്യം പോലും പ്രസക്തമല്ല. പിന്നെ നമ്മളൊരു സുഖത്തിന് അതൊക്കെ പാടുന്നേ ഉള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഈ പ്രതിഫലങ്ങൾ സത്യത്തിൽ നമുക്ക് അർഹമല്ല. എന്നാലും അവിടെയും ദൈവം നമ്മോട് അങ്ങ് കൃപാകടാക്ഷം ചൊരിയുകയാണ്. സ്തോത്രം. നമുക്ക് പാപത്തിന്റെ കടം വീട്ടി തന്നത് തന്നെ എത്ര വലിയ കാര്യ. അതിനപ്പുറം നമുക്ക് സത്യത്തിലൊന്നും വേണ്ട. പിന്നെ നമ്മൾ അഥവാ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും, ദൈവത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും പൗലോസ് പറയുന്നു, അത് ഞാൻ അല്ല. പിന്നെ പറഞ്ഞു, എന്നോടുള്ള ദൈവത്തിന്റെ കൃപ, എന്നോട് കൂടെയുള്ള ദൈവത്തിന്റെ കൃപയാണ്. വീണ്ടും അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ആയിരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ കൃപയാണ്. അപ്പോൾ നമുക്ക് യാതൊരു യോഗ്യതയും അർഹതയും ഇല്ലാത്തിടത്ത് നിന്ന്
സ്വന്തം പുത്രനെ തന്ന്, സ്വന്തം ജീവനെ തന്ന്, പാപത്തിന്റെ ശിക്ഷയും കടവും വീണ്ടെടുപ്പിന്റെ വിലയും മുഴുവനും കൊടുത്തു തീർത്ത് നമ്മോട് കൃപാധനം വെളിപ്പെടുത്തി. വിശ്വസിക്കാൻ പോലും ദൈവം നമുക്ക് കൃപ തന്നതാണ്. വിശ്വസിക്കാൻ പോലും നമുക്ക് ദൈവം കൃപ തന്നതാണ്. ആ ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മെ എക്വിപ്പ് ചെയ്ത്, equipped with the grace, strengthened with his power. സ്തോത്രം. നമ്മെ, ആ വാക്യം എടുത്തു വെച്ചു, ഞാൻ പറയാം. ദൈവത്തിന്റെ കൃപ കൊണ്ട് നമ്മെ നിറച്ച്, ശക്തിയാൽ നമ്മെ ശക്തീകരിച്ച്, ദൈവത്തിന് വേണ്ടി നിൽക്കാനോ ദൈവത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യാനോ ദൈവമാണ് നമ്മെ സഹായിച്ചത്. എന്നിട്ട് ഇങ്ങോട്ട് തന്ന കൃപ കൊണ്ട് ഏതാണ്ട് നമ്മൾ ചെയ്തെന്നും പറഞ്ഞ് അതിന് കൂലി കൂടെ തരികയാണ്. സ്തോത്രം. നമുക്ക് അർഹമായത് അല്ലെങ്കിൽ കൂടെ. ഞാൻ സുജയ് വായിച്ചു 1 കൊരിന്ത്യർ 15:10. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരേക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. സ്തോത്രം. വാട്ട് ഐ ആം ഈസ് ഓൾസോ ഗോഡ്സ് ഗ്രേസ്. What I have labored for the Lord, even that also is God's grace. അപ്പൊ നമുക്ക് കൃപ ഇങ്ങോട്ട് തന്നിട്ട് അതിൻ്റെയും ലാഭം ദൈവം നമുക്ക് ഇങ്ങോട്ട് തിരികെ തരിക. സ്തോത്രം. അതാണ് സത്യത്തിൽ പ്രതിഫലം. പ്രതിഫലത്തിനായിട്ടും നാം അല്ല അധ്വാനിച്ചത്, നമുക്ക് ദാനമായി നൽകപ്പെട്ട ദൈവ കൃപയാണ്. എന്നാലും അത് നമ്മുടെ പേരിൽ അങ്ങ് എഴുതുക. മനസ്സിലാവുന്നുണ്ടല്ലോ? സ്തോത്രം. യെസ്, അൺമെറിറ്റഡ് ഫേവർ. കൃപ എന്ന് പറയുന്നതേ അൺമെറിറ്റഡ് ഫേവറാ. നമുക്ക് അനർഹമായ ദാനമാണ് കൃപ. നാം എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, നാം എന്തെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അതും ദൈവത്തിന്റെ കൃപാദാനം മാത്രം. എന്നിട്ടും ദൈവം അതിന് നമുക്ക് പ്രതിഫലം തരുന്നു. പ്രതിഫലം കണക്കിടുന്നത് കൂലിയായിട്ടാണ്. സ്തോത്രം. ആ കൂലി കർത്താവ് നമുക്ക് കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടാണ്. സ്തോത്രം. റോമാലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. കൃപയെക്കുറിച്ച് അല്ലെങ്കിൽ കണക്കിടുന്നതിനെ കുറിച്ച് പറയുമ്പോൾ. സ്തോത്രം. അതിന്റെ 3-ാമത്തെ വാക്യമാണ്. 3-4 വാക്യങ്ങൾ വായിച്ചു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. കിട്ടിയല്ലോ. റോമൻസ് 4:3-4. കണ്ടിന്യൂ പ്ലീസ്. വായിച്ചു സുജയ്. എന്നാൽ പ്രവർത്തിക്കുന്നവന് കൂലി കണക്കിടുന്നത് കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. 5-ാമത്തെ വാക്യം കൂടെ വായിച്ചു. പ്രവർത്തിക്കാത്തവനെങ്കിലും അഭക്തനെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവനോ അവന്റെ വിശ്വാസം നീതിയായി കണക്കിടുന്നു. അപ്പോ ആദ്യം ദൈവം നമുക്ക് നീതിയായിട്ട് കണക്കിടുക. അതിന് നമ്മൾ വല്ലതും ചെയ്തോ? ഇല്ല, വിശ്വസിച്ചതേ ഉള്ളൂ. സ്തോത്രം.
എന്നാൽ പ്രവർത്തിക്കുന്നവന് പ്രവർത്തിക്ക് കൂലിയുണ്ട്. കൂലി കണക്കിടുന്നത് കടമായിട്ടാണ്. സ്തോത്രം. കൂലി കണക്കിടുന്നത് കടമായിട്ടാണ്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് നീതി കണക്കിടുന്നു, മറ്റൊന്ന് കൂലി കണക്കിടുന്നു. നീതിയും കൂലിയും ഇവിടെ കണക്കിടുന്നു. നീതി വിശ്വാസത്താൽ സൗജന്യമായിട്ടായിരുന്നു. സ്തോത്രം. Both were credited to our account, but one as a gift. Just we believed, as Romans 4 verse 3 says. It was credited. He believed. Abraham believed. We also believed. And that belief was credited into his account as righteousness. But verse number 4 says, for a laborer, his wages are not counted as a favor or a gift, but an obligation, an owing. Both of these are credited into our account when we believe. The very moment we believe in Christ, God bestows the righteousness of Jesus Christ into our account as a gift. And again, he gifts us with his grace. And we labor hard for God. And for that labor, God promised us wages, or here rewards. But they are not given now. They are counted as an obligation. നമുക്ക് കർത്താവിൽ വിശ്വസിപ്പാൻ കൃപ ലഭിച്ചു. വിശ്വസിക്കുന്ന മാത്രയിൽ, വിശ്വാസം എന്ന് പറയുമ്പോൾ കർത്താവിനെ അനുസരിക്കുന്നതുണ്ട്, പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുന്നതുണ്ട്, യേശുക്രിസ്തുവിൽ ആശ്രയിക്കുന്നതുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താണ് ഇവിടെ വിശ്വാസം എന്ന് പറയുന്നത്. അതല്ലാതെ കണ്ണുമടച്ചാ ഇന്നുപോലെ എനിക്ക് കിട്ടുമെന്ന് കരുതുന്ന ഒരു കരുതലിനെ കുറിച്ചല്ല. അങ്ങനെ വിശ്വസിക്കുന്ന മാത്രയിൽ തന്നെ കർത്താവ് നമുക്ക് സൗജന്യമായിട്ട് എന്ത് തരുന്നു? നീതീകരണം. യേശുവിൻ്റെ നീതി നമ്മുടെ പേരിൽ സൗജന്യ ദാനമായി കണക്കിടുന്നു. അത് നമുക്ക് ലഭിച്ചു. നമ്മൾ വിശ്വസിച്ച മാത്രയിൽ തന്നെ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ പേരിൽ കണക്കിട്ട് നമ്മെ നീതീകരിച്ചു. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഈ റോമർ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ 11 ടൈംസ് 11 പ്രാവശ്യം ഈ കൗണ്ടഡ് എന്ന് കാണുന്നത്, കണക്കിട്ടു എന്ന് കാണുന്നത്. അങ്ങനെ ദൈവം നമുക്ക് നീതി തന്ന് അഥവാ നീതീകരിച്ചിട്ട് നമ്മുടെ മേൽ കൃപയും ദാനമായിട്ട് ചൊരിഞ്ഞു. ആ കൃപ കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു കർത്താവിന് വേണ്ടി. നമ്മൾ എന്തൊക്കെയോ കർത്താവിന് വേണ്ടി ആകാനും ശ്രമിച്ചു. God freely as a gift justified us. Then he bestowed upon us his enabling grace, that also freely as gift.
With that free gift of grace, we try to become, we try to become something for the Lord as well as to do something for the Lord. കർത്താവിന് വേണ്ടി നാം എന്തോ ആയിത്തീരാനും കർത്താവിന് വേണ്ടി നാം എന്തോ ചെയ്യുവാനും ഈ സൗജന്യമായി ലഭിച്ച കൃപയാൽ നമുക്ക് കഴിയുന്നു, അല്ലെങ്കിൽ നാം അതിനു വേണ്ടി ശ്രമിക്കുന്നു. ഇത്രയും വ്യക്തമാണല്ലോ. സൗജന്യമായി നീതി, സൗജന്യമായി കൃപ. അത് നിമിത്തം നാം ഈ എനേബിളിംഗ് ഗ്രേസ്, നമ്മെ ശക്തീകരിക്കുന്ന കൃപ കൊണ്ട് നാം കർത്താവിന് വേണ്ടി എന്തോ ആയിത്തീരാനും കർത്താവിന് വേണ്ടി നമുക്ക് എന്തോ ചെയ്യാനും, സ്തോത്രം, നമുക്കിടയാകുന്നു. എന്തോ ആയിത്തീരാനും എന്തോ ചെയ്യാനും. പ്രൈസ് ഗോഡ്. താങ്ക് യു. ഇത്രയും വ്യക്തമാണല്ലോ. നാം എന്താ ആയിത്തീരുന്നത്? പൗലോസ് പറയുന്നു, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ഇപ്പൊ നമ്മൾ വായിച്ചല്ലോ. വാട്ട് ഐ ആം. നമ്മളിപ്പോ എന്തുവാ? ദൈവമക്കൾ. The initial status we are in Christ is God's children. The initial status we are in Christ Jesus is God's children. ക്രിസ്തുവേശുവിൽ നാം ഏറ്റവും ആദ്യം ആയിത്തീരുന്നത് എന്തായിട്ടാ? ദൈവത്തിന്റെ മക്കളായിട്ടാ. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം. 2-ാം വാക്യത്തിൽ, 1 യോഹന്നാൻ 3:1 നമുക്കറിയാം. 2-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. സ്തോത്രം. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ലിറ്റിൽ ഫ്ലോക്കൽ, കർത്താവിന്റെ ചെറിയ ആട്ടിൻകൂട്ടത്തിൽ, ഞങ്ങൾ കുറച്ചുപേരേ ഉള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ചിന്തിച്ച ഒരു ചിന്ത ഇതായിരുന്നു, അവർ സ്റ്റാറ്റസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നമ്മുടെ പദവി, ക്രിസ്തുവിൽ നമ്മുടെ അവസ്ഥ. അപ്പൊ ക്രിസ്തുവിൽ നമ്മുടെ ആദ്യത്തെ പദവിയാണ് ദൈവമക്കളായി തീരുക. നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ അധികാരവും അത് തന്നെയാണ്. യോഹന്നാൻ 1:12, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കൾ ആകുവാനുള്ള അധികാരം പിതാവ് നൽകിയിരിക്കുന്നു. വ്യക്തമാണല്ലോ. പിന്നെയും എനിക്ക് അത്ഭുതമാകുന്നത്, സൗജന്യമായിട്ട് കൃപ ദാനമായി ഇങ്ങോട്ട് തന്നിട്ട് അതും കൊണ്ട് നമ്മൾ ചെയ്യുന്ന എല്ലാറ്റിനും പിന്നെയും കൂലി തരുന്നു. ആ കൂലി പക്ഷേ ഇപ്പോൾ നമ്മുടെ ജീവകാലത്തല്ല തരുന്നത്. നാം പ്രവർത്തിക്കുന്നതിന് കൂലി കണക്കിടുന്നത്
കടമായിട്ട്. അതാണ് നമ്മളിപ്പോൾ റോമർ 4:3, 4, 5 വാക്യങ്ങളിൽ വായിച്ചത്. നാം പ്രവർത്തിക്കുന്ന സകലത്തിനും കർത്താവ് നമുക്ക് കൂലി തരുന്നു. അത് കടമായിട്ടാണ്. ഇപ്പോൾ കടമാണെങ്കിലും സ്തോത്രം, നമുക്ക് അത് തരാതിരിക്കില്ല. ആ കടം വീട്ടുന്നതാണ് ഈ ന്യായവിധി, വിശുദ്ധന്മാരുടെ പ്രവർത്തികളുടെ ന്യായവിധി. ഞങ്ങളുടെ ഒരു സ്നേഹിതൻ, ഇവിടെ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ഒരു ബൈബിൾ സ്കൂളും ഒക്കെ നടത്തുന്നുണ്ട്. അദ്ദേഹം മിക്കപ്പോഴും ഗ്രാജുവേഷൻ സർവീസിലും ടീച്ചേഴ്സ് മീറ്റിംഗ്സിലും ഒക്കെ പറയാറുണ്ട്, now whatever I get is simply awards, but rewards are still awaiting. ഇപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം അവാർഡുകൾ മാത്രമാണ്. പക്ഷേ റിവാർഡുകൾ ഇനിയും കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. അതിപ്പോഴല്ല, അങ്ങ് ചെന്ന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പിലാണ്. ഈ അവാർഡുകളൊക്കെ കിട്ടുന്നത് എന്തിനു വേണ്ടിയാ? ജസ്റ്റ് ഫോർ ആൻ എൻകറേജ്മെന്റ്, ഒരു പ്രോത്സാഹന സമ്മാനമായിട്ടാ ഇപ്പൊ കിട്ടുന്നതൊക്കെ. ഈ പ്രോത്സാഹന സമ്മാനം പലപ്പോഴും കിട്ടുന്നതും ആർക്കാ? വേറെ സമ്മാനമൊന്നും ഇല്ലാത്തവർക്കാ. നമ്മുടെ സൺഡേ സ്കൂളിലും നമ്മുടെ യൂത്ത് മീറ്റിങ്ങിലും ഒക്കെ നമുക്കറിയാമല്ലോ, ഫസ്റ്റും സെക്കൻഡും ചിലപ്പോൾ തേർഡും ഒക്കെ കിട്ടിയവർക്ക് വലിയ ട്രോഫികളോ ഒക്കെ കിട്ടും. ചില പിള്ളേരുണ്ട് ഒന്നും കിട്ടാത്തവർ. ചിലരാണെങ്കിൽ പരീക്ഷയ്ക്ക് തോറ്റവരാ. ചിലർ പരീക്ഷ എഴുതിയിട്ടേ ഇല്ലാത്തവരാ. ഇതിൽ ചില കുഞ്ഞുങ്ങളുണ്ട് സൺഡേ സ്കൂളിന് വന്നിട്ടേ ഇല്ലാത്തവരാ. ചില കുഞ്ഞുങ്ങളുണ്ട് സൺഡേ സ്കൂളിൽ വിടാൻ പ്രായമാകാത്തവരാ, കൈക്കുഞ്ഞുമായിട്ട് വന്നവരുണ്ട്. പക്ഷേ ചർച്ചിലുള്ള സകല കുഞ്ഞുങ്ങളുടെയും എണ്ണം എടുത്ത് പ്രോത്സാഹന സമ്മാനം, കൺസോലേഷൻ പ്രൈസസ് നമ്മൾ തയ്യാറാക്കും. ഇവിടെ നമുക്ക് പലതും ലഭിക്കുന്നത് ഈവൻ അവാർഡുകളായി പോലും ആയിരിക്കില്ല, കൺസോലേഷൻ പ്രൈസസ് ആയിട്ടായിരിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ടല്ല, വല്ലതുമൊക്കെ ചെയ്തോട്ടെ എന്ന് കരുതിയ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനാ. മനസ്സിലാവുന്നുണ്ടല്ലോ? അതുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ, ഈവൻ സൗഖ്യമോ ആരോഗ്യമോ വീടോ വണ്ടിയോ, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ശുശ്രൂഷകളോ ശുശ്രൂഷ വേദികളോ ഒക്കെ ലഭിച്ചാലും അപ്പോഴൊക്കെ ഓർത്തോണം, യോഗ്യത കൊണ്ടല്ല, നമ്മുടെ ഉത്സാഹം ഒന്നും കൂടെ വർദ്ധിപ്പിച്ച് ദൈവത്തിനായിട്ട് പ്രവർത്തിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് 2 കൂട്ടർ എന്നെ വിളിച്ചു, ശുശ്രൂഷകൾക്ക് വേണ്ടിയിട്ട് ഇന്ന സമയത്ത് ചെല്ലാമോ എന്നും ചോദിച്ചു. ഞാൻ ആ സമയത്ത് ആദ്യത്തെ ആള് വിളിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇങ്ങനെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ വിളിക്കാൻ എന്നിൽ യോഗ്യത ഒന്നും ഇല്ലല്ലോ. താങ്ക് യു ഈ കൺസോലേഷൻ പ്രൈസിന്.
ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ വിളിച്ചു. അന്നേരം ഞാൻ ഇത് ആഴത്തിൽ ഒന്നുകൂടെ ചിന്തിച്ചു. കർത്താവേ, ഇങ്ങനെ എനിക്ക് അങ്ങ് പ്രൈസ് തരികയാണെങ്കിൽ ഞാൻ കൂടുതൽ നീതിമാനും വിശുദ്ധനും ആകുന്നതിന് വേണ്ടിയാണല്ലോ, ഞാൻ മടുത്തു പോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ. സ്തോത്രം. കർത്താവിനോട് ഞാൻ ഏറ്റുപറഞ്ഞ കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. ഐ എം നോട്ട് വർതി, ബട്ട് ദിസ് ഗിഫ്റ്റ് ഈസ് ജസ്റ്റ് ടു എൻകറേജ് മീ ടു ബിക്കം മോർ ലൈക്ക് ദ ലോർഡ്. സ്തോത്രം. അതുകൊണ്ടാണ് ഞാൻ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു മാസികയിൽ വായിച്ച ഒരു ഉദ്ധരണി, ഒരു കോട്ട് നമ്മുടെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ടല്ല ഞാൻ പറയുന്നത്. Whatever the Lord gives us or does for us, it's not because we are righteous, but for us to become more righteous. ദൈവം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നെങ്കിൽ അത് ആയുസ്സാകാം, ആരോഗ്യമാകാം, കേട്ടോ, അത് ഉൾപ്പെടെ, ആയുസ്സും ആരോഗ്യവും ഉൾപ്പെടെ ദൈവം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരുന്നെങ്കിൽ അതൊന്നും എന്തുകൊണ്ടല്ല, നാം നീതിമാന്മാർ ആയതുകൊണ്ടല്ല, പിന്നെ നാം അധികം നീതിമാന്മാർ ആകേണ്ടതിനു വേണ്ടിയാണ്. ആ കാര്യം ഒരിക്കലും നമ്മൾ മറക്കരുത്. സ്തോത്രം. നാം അധികം നീതിമാന്മാർ ആകേണ്ടതിന്. അപ്പോൾ ഇവിടെ നമുക്ക് ലഭിക്കുന്നതൊക്കെ അവാർഡുകളാകാം, പ്രോത്സാഹന സമ്മാനങ്ങളാകാം. നമ്മൾ എന്ത് ആയിത്തീർന്നോ, ദൈവം നമ്മെ എന്ത് ആക്കിത്തീർത്തോ, നമ്മൾ കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുവോ, സ്തോത്രം, അതിനൊക്കെയുള്ള കൂലി കടമായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അതൊക്കെ ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ പോയി നിൽക്കണം. സ്തോത്രം. ഓർമ്മ കാണുമല്ലോ, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 9 മുതൽക്കുള്ള വാക്യങ്ങൾ. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അഞ്ചാം മുദ്ര 9. ഓക്കെ, 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അറുക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൻ കീഴെ കണ്ടു. വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെയിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു. എന്നിട്ട് അപ്പോൾ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. ഈ പറഞ്ഞതുപോലെ ഈ വെള്ള നിലയങ്കി അവർക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിന്, ഒരു കൺസോലേഷൻ പ്രൈസ് പോലെ കൊടുത്തതേ ഉള്ളൂ. എന്നിട്ട് എന്താ പറഞ്ഞത്? അവരെ പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നു തികയുവോളം അല്പകാലം കൂടെ സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി. നിങ്ങൾ പറഞ്ഞ കൂലിയെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ കാത്തിരിക്കണം. എന്നാൽ അപ്പോഴത്തേക്ക് ഇത് ഇരിക്കട്ടെ എന്ന ഒരു പ്രോത്സാഹന സമ്മാനം. ഇപ്പോഴൊക്കെ എനിക്കൊന്ന് കേരളത്തിലെ സഭകളിലായിട്ടില്ല, കേരളത്തിന് പുറത്തുള്ള സഭകളിലൊക്കെ പാസ്റ്റേഴ്സിന് ശമ്പളമാണ്. ചുരുക്കം ചില കൊച്ചു സഭകളേ ഉള്ളൂ ദശാംശമൊക്കെ പാസ്റ്റേഴ്സിന് കൊടുക്കുന്നത്, ബാക്കിയൊക്കെ ശമ്പളമാണ്. അതിനി ഓണറേറിയമെന്നോ ഒക്കെ പറയും, പല പേരാ പറയുന്നത്. ചിലർക്ക് ശമ്പളം എന്ന് പറയാൻ, ശമ്പളം എന്നും പറഞ്ഞ് വാങ്ങാനും ഒക്കെ പാസ്റ്റേഴ്സിന് പ്രയാസമുണ്ട്. അതുകൊണ്ട് അവർ വേറെ പേരുകളൊക്കെ കൊടുക്കാറുണ്ട്. ഇനി എന്ത് പേര് കൊടുത്താലും
എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ 2 സഭകളിലും സഭക്കാർ തരുന്ന ദശാംശം ശമ്പളമായിട്ടായിരുന്നില്ല, ഉള്ളവര് ഉള്ളത് കൊണ്ട് തരും, ഞങ്ങൾ അതുകൊണ്ട് ഉപജീവിച്ചു. 3-ാമത്തെ സഭയിലേക്ക് വന്നപ്പോൾ അവിടെ അല്പം വലിയ ചർച്ചയായിരുന്നു. അവിടെ ഈ പറഞ്ഞതുപോലെ മാസം ഒരു വിഹിതമാണ് പാസ്റ്റേഴ്സിന് കൊടുക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എനിക്ക് മുമ്പിരുന്ന പാസ്റ്റേഴ്സിനൊക്കെ കൊടുത്തത് മാസത്തിന്റെ ആദ്യം ഈ ദൈവദാസന്മാർക്ക് സഭയിൽ നിന്നുള്ള ആ നന്മ അങ്ങ് കൊടുക്കും. പക്ഷേ മാസാവസാനം ആകുമ്പോഴത്തേക്കിനും പാസ്റ്റേഴ്സിന്റെ കീശ മുഴുവൻ കാലിയാവും. അത് തന്നെയല്ല, ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് മിക്കവാറും ആദ്യത്തെ ആഴ്ച കഴിഞ്ഞിട്ടാണ് പാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ആകുക. അപ്പോൾ ആ മാസത്തേതും കൂടെ നന്മ വാങ്ങിച്ചുകൊണ്ടാണ് ഈ പോകുന്ന പാസ്റ്റർ പോകുന്നത്. ഈ വരുന്ന ആളിന് അടുത്ത മാസം ആദ്യത്തെ ആഴ്ച വരെ കാത്തിരിക്കണം. അത് ചർച്ചിൽ പ്രശ്നമായി. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ചാർജ് എടുക്കുന്ന സമയത്ത് അവിടുത്തെ കമ്മിറ്റിക്കാരെന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇതുപോലെ ഇതിനു മുമ്പ് വരെ മാസത്തിന്റെ ആദ്യ ആഴ്ച കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇങ്ങനത്തെ 2 പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു, പാസ്റ്റേഴ്സിന് നല്ലത് അതായിരിക്കുമല്ലോ മാസത്തിന്റെ അവസാനത്തെ ആഴ്ച. ഞാൻ പറഞ്ഞു ആയിക്കൊള്ളട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് അവർ ആദ്യം ഒരു ചെറിയ എമൗണ്ട് എന്നെ ഏൽപ്പിച്ചു. പറഞ്ഞു, ഈ മാസത്തിന്റെ ഒടുവിലേ ഉള്ളല്ലോ പാസ്റ്റർക്കുള്ള വിഹിതം ലഭിക്കുക, അതുവരത്തേക്ക് ജീവിത ചെലവിന് വേണ്ടി ഇതിരിക്കട്ടെ, ഇത് ശമ്പളത്തിന്റെ കണക്കിൽപ്പെടുന്നതല്ല. ശരി, ആയിക്കൊള്ളട്ടെ. അപ്പം ഈ ആദ്യത്തെ ചാർജ് എടുക്കുന്ന മാസം ഒരു ചെറിയ എമൗണ്ട് റേഷൻ മേടിക്കാൻ വേണ്ടി സഭക്കാർ തരുന്നത് ഈ കണക്കിൽപ്പെട്ടതല്ല. ചില സഭകളിലെ കുറെ പാർട്ടികളുണ്ട്, ഈ ആദ്യം തരുന്ന ഇച്ചിരി പൈസ കുറച്ചിട്ടേ ഒടുവിൽ തരുത്തുള്ളൂ. എനിക്ക് അങ്ങനെ അനുഭവം ഇല്ല. ഏതായാലും അങ്ങനെ എന്നോട് സഭക്കാരും കാണിച്ചിട്ടില്ല. പല സഭകളിലും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് തെറ്റാണ്. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പൊ ഈ ആദ്യം തരുന്ന ആ ഒരു എമൗണ്ട്, ആ ഒരു തുക, അത് ഒരു ദാനമായിട്ടോ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവരിങ്ങോട്ട് വന്നതേ ഉള്ളൂ, ഒരു യോഗം പോലും നടത്തിയിട്ടില്ല. ഇതുപോലെ ഇപ്പോൾ നമുക്ക് ദൈവം തരുന്നതെല്ലാം വെറും ദാനങ്ങൾ, പ്രോത്സാഹന സമ്മാനങ്ങൾ. അതൊന്നും നമ്മുടെ യോഗ്യത കൊണ്ടാണെന്ന് ആരും കരുതരുത്. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ചിലരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഏറ്റവും അധികം നന്മകൾ കൈപ്പറ്റിയത് ജീവിതത്തിൽ പരാജയപ്പെട്ടിരുന്ന സമയങ്ങളിലായിരിക്കും. പ്രാർത്ഥന കുറഞ്ഞ, ഭക്തി കുറഞ്ഞ, വിശുദ്ധി കുറഞ്ഞ ഒരു സമയത്തായിരിക്കും പലരുടെയും ജീവിതത്തിൽ അധികവും നന്മകൾ പ്രാപിച്ചത്. അതുതന്നെ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ചല്ല ദൈവം നമുക്ക് വല്ലതും തരുന്നതെന്ന് ഉള്ളതിന് തെളിവാണ്. സ്തോത്രം. അപ്പോൾ നമുക്ക് കർത്താവിനായിട്ട് ചെയ്തതിന് കൂലി തരുന്ന സമയമാണിത്. കൂലി തരുന്ന സമയം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിരിക്കുമല്ലോ. സ്തോത്രം. ഈ കൂലി, ഈ പ്രതിഫലം, സ്തോത്രം, ഈ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നത് രണ്ട് തരത്തിലാണ്. നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്, നെഗറ്റീവ്സും പോസിറ്റീവ്സും. നമുക്കുള്ള പ്രതിഫല വിഭജനം 2 തരത്തിലാണ്. അതായത്
ഛേദം വരുന്ന കാര്യങ്ങൾ, നെഗറ്റീവ്സ്, ലോസ്. മറ്റൊന്ന് ഗെയിൻ, ലാഭം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ഇന്നലെ വായിച്ച ഒരു വാക്യം ഒന്നും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. 1 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം 14-15 വാക്യങ്ങൾ. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തു പോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. നെഗറ്റീവായ പ്രതിഫലങ്ങളിൽ ചിലത് ഇവിടെ എടുത്തു പറയുകയാണ്. നെഗറ്റീവായിട്ടുള്ള ഒന്ന്, ഛേദം, ലോസ്. നാം ഇവിടെ വായിച്ചുവല്ലോ, സ്തോത്രം. ലോസ്, ഛേദം വരും. ഇപ്പം പരീക്ഷ എഴുതുന്ന കുട്ടികൾ തന്നെ, ചില പിള്ളേരുണ്ട് ഇഷ്ടം പോലെ അങ്ങ് എഴുതും, പേപ്പറും മേടിച്ചങ്ങ് എഴുതും. ചിലരാണെങ്കിൽ വലിയ അക്ഷരത്തിൽ എഴുതുന്നത്, പേപ്പറിന്റെ എണ്ണവും തൂക്കവും കൂടാൻ വേണ്ടി. ചില ടീച്ചേഴ്സ് പേപ്പറിന്റെ കനം നോക്കി മാർക്ക് കൊടുക്കുന്നവരുണ്ട്. എന്നാൽ ചില ടീച്ചേഴ്സ് പറയാറുണ്ട്, ഞാൻ പേപ്പറിന്റെ കനം നോക്കി മാർക്ക് തരുന്ന ടീച്ചർ അല്ല, അതുകൊണ്ട് ഗ്യാസ് നിറച്ച് വെക്കരുത്, എനിക്ക് കണ്ടന്റ് വേണം. ഈ പിള്ളേരൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചിലപ്പോ ഒക്കെ ഒത്തിരി പേപ്പറൊക്കെ മേടിച്ചെഴുതും. പതിവില്ലാത്തതല്ല എഴുതി. അപ്പൊ ഈ 2 മണിക്കൂറൊക്കെ വെച്ചെഴുതുമ്പം കൈയൊക്കെ കഴയ്ക്കും. വീട്ടിൽ വന്നിട്ട് അമ്മച്ചിയോട് പറയും, അമ്മച്ചി ഇന്ന് ഒത്തിരി എഴുതി, അതുകൊണ്ട് കൈ കഴയ്ക്കുന്നു, ഇന്ന് പശുവിന് പുല്ല് പറിക്കാൻ പോകാൻ വയ്യ, അതുകൊണ്ട്. പരീക്ഷയൊക്കെ ആയതുകൊണ്ട് അമ്മച്ചി പറയും, ശരി മോനെ, കുഴപ്പമില്ല. അന്ന് രക്ഷിക്കപ്പെട്ടതൊന്നുമല്ല. എന്നിട്ട് അമ്മച്ചിയുടെ ഫേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയും, അമ്മച്ചി ഞാൻ പേപ്പർ മേടിക്കും തോറും പിള്ളേരൊക്കെ എന്നെ അങ്ങ് നോക്കുമായിരുന്നു, കയ്യങ്ങ് കഴയ്ക്കുന്നു. അപ്പൊ അന്നത്തെ വിശ്വാസം അനുസരിച്ച് അമ്മച്ചി എപ്പോഴത്തേക്കിനും പറയും, എൻ്റെ കുഞ്ഞിന് കണ്ണ് കിട്ടിയതാ, ഒത്തിരി എഴുതിയതുകൊണ്ട് എന്നിട്ട് 2 വറ്റലുമുളക് കൊണ്ടുവന്ന് എൻ്റെ കയ്യിലേക്ക് വെച്ച് ഒഴിഞ്ഞ് അടുപ്പയിലിട്ട് ഏതാണ്ടൊരു മന്ത്രമൊക്കെ ചൊല്ലി എന്നെ അങ്ങ് സ്വതന്ത്രമാക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര അഭിമാനമൊക്കെയാ. വലിയ കാര്യത്തെ കുത്തിയിരിക്കുക, ഞാൻ ഒത്തിരി എഴുതി, എനിക്ക് ഒത്തിരി മാർക്ക് കിട്ടും. പേപ്പർ കിട്ടിയപ്പോ എന്താ, പാസ് മാർക്ക് പോലും ഇല്ല. ഒത്തിരി എഴുതി, പക്ഷേ എനിക്ക് നഷ്ടം നേരിട്ടു, എനിക്ക് ഛേദമുണ്ടായി. ഐ സഫേർഡ് ലോസ് ഈവൻ ആഫ്റ്റർ ഹാവിംഗ് റിട്ടൺ എ ലോട്ട്. ചിലപ്പോൾ ഞാൻ ഒത്തിരി ഉറക്കളരുന്ന് പഠിച്ചു, ട്യൂഷന് പോയി, ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ട്യൂഷന് പോയി, ഒക്കെ ചെയ്തു, പക്ഷേ തോറ്റുപോയി. ഗ്രേസ് മാർക്ക് കിട്ടിയാലും ജയിക്കത്തില്ല, അത്രയും ഞാൻ തോറ്റു. എനിക്ക് ഛേദമുണ്ടാകും. ഇതാണിവിടെ. കർത്താവിന് വേണ്ടിയൊക്കെ ഒത്തിരി ചിലപ്പോൾ പ്രവർത്തിക്കും, ഒത്തിരിയൊക്കെ ചിലവിടും. പക്ഷെ നമ്മൾ ഇന്നലെ മിനിയാന്നൊക്കെ ചിന്തിച്ചതുപോലെ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടല്ല, ദൈവത്തോടുള്ള കടപ്പാടിൽ, ഒബ്ലിഗേഷനിലല്ല, മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ടല്ല, മനസ്സലിവ്, കമ്പാഷൻ നിമിത്തമല്ല, ഫോർ ഗോഡ്സ് സേക്ക്, ദൈവത്തിനു വേണ്ടിയിട്ടല്ല ഞാനതൊക്കെ ചെയ്തതെങ്കിൽ എനിക്ക് നഷ്ടം നേരിടും. അപ്പോൾ നെഗറ്റീവ് റിവാർഡ്സ്, നഷ്ടം നേരിടും.
രണ്ട്, സെക്കൻഡ് നെഗറ്റീവ് റിവാർഡ് ഈസ് ഷെയിം. പലരും ലജ്ജിക്കപ്പെടും. അവർക്ക് ലഭിക്കുന്ന പ്രതിഫലം ലജ്ജയായിരിക്കും. അതുകൊണ്ടാണ് തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞത്, 2 Timothy 2:15, 2 തിമോത്തിയോസ് 2:15, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കാം. ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരൻ. അതിന്റെ ആദ്യ ഭാഗം ഭൂമിയിൽ ജീവിക്കുന്ന ശുശ്രൂഷിക്കുന്ന സമയത്ത് തന്നെ ലജ്ജിക്കാൻ വകയില്ലാതിരിക്കണമെന്ന. ശുശ്രൂഷിക്കുന്ന സമയത്ത് തന്നെ ആരുടെ മുമ്പിലും ഏത് സദസ്സിലും ലജ്ജ കൂടാതെ നിൽക്കാനായിട്ട് കഴിയണമെന്നാണ് അതിൻ്റെ അക്ഷരികമായ അർത്ഥം. അപ്പോൾ തന്നെ നമുക്കതിൻ്റെ അടുത്ത തലവും കൂടെ മനസ്സിലാക്കാം. നിത്യതയിലും ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവനായി നീ നിൽക്കണം. സ്തോത്രം. നിത്യതയിലും ലജ്ജിപ്പാൻ സംഗതിയില്ലാത്തവനായി നിൽക്കണം. ഇപ്പോൾ ആദ്യത്തെ കൂട്ടര് ഛേദം സംഭവിക്കുന്നവർ, പ്രതിഫലത്തിന് നഷ്ടമുണ്ടാകുന്നവർ. അവർക്ക് നിത്യതയിൽ എന്തായിരിക്കും ലഭിക്കുക? ലജ്ജ, നാണം. ഇപ്പൊ ഞാൻ ഒരു പാസ്റ്ററായിട്ടിരുന്നു, വെളിപ്പാട് പുസ്തകമൊക്കെ പഠിപ്പിച്ചു, അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ചു, വെളിപ്പാട് പുസ്തകമൊക്കെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ നിത്യതയിലെത്തുമ്പം എനിക്ക് പ്രതിഫലം നഷ്ടമാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങളുടെയൊക്കെ മുൻപിൽ തന്നെ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ അവിടെ നിത്യതയിൽ പോലും പ്രയാസമുണ്ടാവും. സ്തോത്രം. അതുകൊണ്ടാണ് ദാനിയേലിനോട് കർത്താവ് പറഞ്ഞത് 12-ാമത്തെ അധ്യായത്തിൽ ഉയർപ്പിനെ സംബന്ധിച്ചു പറഞ്ഞപ്പോൾ ദൈവം ദാനിയേലിനോട് പറഞ്ഞു, 2-ാമത്തെ വാക്യം 12:2, നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിന്ദയ്ക്കുമായി ഉണരും. ചിലർ ലജ്ജയ്ക്ക് വേണ്ടി ഉണരും. ഈ ലജ്ജയ്ക്ക് വേണ്ടി ഉണരുന്നവർ അഥവാ ഉയർത്തെഴുന്നേൽക്കുന്നവർ നരകത്തിൽ പോകുന്നവരെക്കാൾ നിത്യജീവനിലേക്ക് പോകുന്നവരിൽ ഉണ്ടാവും. നരകത്തിൽ പോകുന്നവർക്ക് പ്രത്യേകിച്ച് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പാപികളായിട്ട് ജീവിച്ചു പോകുന്നവരുണ്ട്. അവരവിടേക്ക് എത്തുമെന്ന് അറിയാവുന്നവരാ. ഇപ്പൊ ക്ലാസ്സിലെ ചില പിള്ളേർ തോറ്റു, അവർക്ക് തോൽവി ഒരു വിഷയമേ അല്ല. അവർക്ക് നാണമൊന്നുമില്ല അതില്. അവർ വേണമെങ്കിൽ പണ്ടൊരിക്കല് ഇവിടെ ബോംബെയിലൊരു പയ്യൻ ചെയ്തതുപോലെ അവൻ കൊണ്ട് കടന്ന് ലഡ്ഡു കൊടുത്തു. എല്ലാവരും ചോദിച്ചു, കിസ് ഖുഷി മേ ബാട്ട് രേ ഭായി? तो बोला मेरा रिजल्ट आया तो पास हो गया ना? नहीं, मैं फेल हो गया. फेल हो गया तो लड्डू बांट रहा है. हाँ, सब लोग पास होते लड्डू बांटते, मैं तो फेल होता तो लड्डू बांटता हूँ. ഇവിടെ അടുത്ത 2-3 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്, പേപ്പറിൽ വന്ന കാര്യമാണ്. ഒരു പയ്യൻ ലഡ്ഡു കൊടുക്കുക, എല്ലാവർക്കും കൊണ്ട് നടന്നു കൊടുക്കുക. അപ്പൊ ചോദിച്ചു, എന്ത് സന്തോഷത്തിലാ? റിസൾട്ട് വന്നു, എന്റെ റിസൾട്ട് വന്നു. ഓ കൺഗ്രാറ്റ്സ്, പാസ്സായല്ലോ. പറഞ്ഞു, പാസ്സായല്ലോ, ഞാൻ തോറ്റുപോയി. തോറ്റുപോയിട്ട് ലഡ്ഡു കൊടുക്കാന്ന്? ആ, എല്ലാവരും പാസ്സാകുമ്പോഴല്ലേ കൊടുക്കുന്നത്, ഞാൻ തോറ്റതിന് ലഡ്ഡു കൊടുക്കുക. അപ്പം തോൽക്കുമെന്നുള്ളവർക്ക് അവർ തോൽക്കുന്നത് ലജ്ജാവഹമൊന്നുമല്ല അവരെ സംബന്ധിച്ച്. പക്ഷേ പാസ്സാകും, ഡിസ്റ്റിങ്ഷൻ കിട്ടും, ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നവര് തോൽക്കുകയോ ഈവൻ ഒരു ഫസ്റ്റ് ക്ലാസ് കൊണ്ട് ഒതുങ്ങുകയോ ചെയ്താൽ പോലും അവർക്ക് ലജ്ജയാണ്. അപ്പോൾ നിത്യതയിൽ എത്തുന്നവർക്കും
ഇതുപോലെ പ്രതിഫല നഷ്ടമുണ്ടായാൽ ലജ്ജിക്കേണ്ടതായിട്ട് വരും. സ്തോത്രം. ലജ്ജിക്കേണ്ടതായിട്ട് വരും. കാരണം ഇവന്റെ മുഴുവൻ പ്രവൃത്തികളും, ഇവൻ ചെയ്ത ഉദ്ദേശങ്ങളും മനോഭാവങ്ങളും എല്ലാം അവിടെ വെളിപ്പെടുത്തുകയല്ലേ. ലജ്ജയ്ക്ക് അത് കാരണമായേക്കാം. മറ്റൊന്ന് 2 തിമോത്തിയോസ് 2:5 2:5. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. കിരീട നഷ്ടം ഉണ്ടാകും. ലോസ് ഓഫ് ക്രൗൺസ്. ചട്ടപ്രകാരമല്ല. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ, ഇന്നലെ നമ്മൾ ആ ഭാഗം എടുത്തിരുന്നല്ലോ. അക്കോർഡിംഗ് ടു ദ ലോ, ലോഫുള്ളി അല്ല എങ്കിൽ, ചട്ടപ്രകാരം നിയമപ്രകാരമല്ല നമ്മുടെ ജീവിതവും ശുശ്രൂഷയുമെങ്കിൽ നമുക്ക് കിരീട നഷ്ടം ഉണ്ടാകും. കിരീട നഷ്ടം ഉണ്ടാകും. 4-ാമത്തെ കാര്യം, അത് നമ്മൾ സെർമൺ ഓൺ ദ മൗണ്ടിൽ, ഗിരിപ്രഭാഷണത്തിൽ പഠിച്ച കാര്യമാണ്. എന്നാലും ഈ വിഷയത്തോടനുബന്ധിച്ച് ഒന്ന് നോക്കി അങ്ങ് വിട്ടേക്കാം. നോക്കിക്കാട്ടെ. മത്തായി 5:19, മാത്യു 5:19. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. സ്വർഗരാജ്യത്തിൽ ചെല്ലും. നമ്മളിപ്പം 1 കൊരിന്ത്യർ 3 നമ്മൾ വായിച്ചല്ലോ. ഒരുവൻ പണിത പ്രവൃത്തി വെന്തുപോയി എങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. പക്ഷേ തീയിൽ കൂടെ എന്ന പോലെ അത്രേ. അങ്ങനെ സ്വർഗത്തിൽ ചിലരെത്തും. പക്ഷേ ഏറ്റവും ചെറിയ പദവിയിലായിരിക്കും ഇരിക്കുക. അപ്പൊ സ്വർഗത്തിലും പദവികളിൽ വ്യത്യാസമുള്ള കാര്യമൊക്കെ നമ്മൾ മത്തായി 5, 6, 7 അധ്യായങ്ങളിലെ സെർമൺ ഓൺ ദ മൗണ്ട്, ഗിരിപ്രഭാഷണം പഠിച്ചപ്പോൾ, ഈ വാക്യം എടുത്ത് പഠിച്ചപ്പോൾ പഠിച്ചതാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന പദവിയിൽ ഇരിക്കേണ്ടതായിട്ട് വരും. അതും ലജ്ജാകരമായിരിക്കും. അവസാനമായിട്ട് ഒന്നും കൂടെ പറഞ്ഞ ഭാഗം നിർത്താം. 5-ാമത്തെ കാര്യം, റോമാലേഖനം 14 അതിൻ്റെ 10 തൊട്ട് 12 വരെ. ഇന്നലെയും നമ്മൾ വായിച്ചതാണ്. എങ്കിൽ കൂടെ, എന്നാൽ നീ സഹോദരനെ വിധിക്കുന്നത് എന്ത്? അല്ല, നീ സഹോദരനെ ധിക്കരിക്കുന്നത് എന്ത്? നാം എല്ലാവരും ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ നാവും ദൈവത്തെ സ്തുതിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ് 1 കൊരിന്ത്യർ 4:5. അവിടെയും നാം കാണുന്നുണ്ട്, അന്ന് കർത്താവിൽ നിന്ന് ഓരോരുത്തന് എന്തുണ്ടാവും? അന്ന് ദൈവത്തിൽ നിന്ന് ഓരോരുത്തരും പുകഴ്ച ഉണ്ടാവും. അപ്പം കർത്താവിൽ നിന്ന് ആ നിലകളിൽ പുകഴ്ച ഉണ്ടായില്ല എങ്കിൽ there some people will be made lower. കർത്താവിൽ നിന്ന് പുകഴ്ച ഉണ്ടാകാതെ ചിലർ താഴ്ത്തപ്പെടും. അപ്പം
റോമാലേഖനത്തിലെ 13-ാമത്തെ വാക്യത്തിലും വായിക്കുന്നുണ്ട്, then let us no more criticize and blame and pass judgment on one another, but rather decide and endeavor never to put a stumbling block or an obstacle or a hindrance in the way of a brother. ഓരോരുത്തൻ കർത്താവിന് കണക്ക് കൊടുക്കുമ്പോൾ ചിലർക്ക് കർത്താവിൽ നിന്ന് പുകഴ്ച ഉണ്ടാകും, എന്നാൽ മറ്റു ചിലർക്കോ കർത്താവിൽ നിന്ന് ഇകഴ്ച ഉണ്ടാകും. പുകഴ്ച ഉണ്ടായില്ലെങ്കിൽ ഇകഴ്ച ഉണ്ടാകും. Some people will be made lower in heaven. That means God will not praise them, applaud them, but they will be made lower. ഇവിടെ ഉന്നത പദവികളിലൊക്കെ ഇരുന്നവരാകാം, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഇവിടെ ഏറ്റവും താഴ്ന്നവരായിരുന്നവർ അവരെക്കാൾ സ്വർഗത്തിൽ ഉന്നതന്മാരായിരിക്കും. അവർ ഈ ചെറിയവരായിരിക്കുമ്പോൾ സ്വർഗത്തിൽ അവർക്ക് നേരിടുന്ന നഷ്ടങ്ങളാണ്, പ്രതിഫലങ്ങളിലെ നഷ്ടങ്ങളാണിവ. നമുക്കാർക്കും ഇങ്ങനെ ഭവിക്കാതെ ഇരിക്കട്ടെ. നമുക്ക് ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ പുകഴ്ച അവിടെ എത്തുമ്പോൾ ഉണ്ടാകണം. ഇവിടെ നാം ആരുമല്ലെങ്കിലും അവിടെ നാം ആരോ ആയിത്തീരണം. നമുക്കിവിടെ ഛേദമാണ്, നഷ്ടമാണെങ്കിലും അവിടെ നമുക്ക് ലാഭമാകണം. അതാണ് പൗലോസ് പറഞ്ഞത്, എനിക്ക് മരിക്കുന്നത് ലാഭം. അപ്പോൾ ഈ പ്രതിഫല വിഭജനം, ഈ സ്വർഗരാജ്യത്തിലേക്ക് നാം എത്തുന്നത്, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം ആയിരിക്കുന്നതൊക്കെ നമുക്ക് ലാഭമാകട്ടെ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ പോസിറ്റീവ് റിവാർഡ്സിനെ കുറിച്ച്, ലാഭകരമായ നേട്ടങ്ങളായ പ്രതിഫലങ്ങളെക്കുറിച്ച് നമുക്ക് നാളെ ചിന്തിക്കാം. സ്തോത്രം. നമുക്കാർക്കും ഛേദമുണ്ടാകാതെ, ലജ്ജയുണ്ടാകാതെ, പൗലോസ് പറയും പോലെ കൊള്ളരുതാത്തവരായി നാം തീരാതിരിക്കേണ്ടതിന് ആത്മഫലം പുറപ്പെടുവിച്ച് ആത്മാവിന് അധീനരായി വചനമനുസരിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.